ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു. അന്ത്യം ഇന്നലെ രാത്രി ഡൽഹി എയിംസിൽ. രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. ഇന്നത്തെ സർക്കാർ പരിപാടികൾ റദ്ദാക്കി. കേന്ദ്രമന്ത്രിസഭാ യോഗം രാവിലെ 11-ന്. വിദ്യാഭ്യാസ വിചക്ഷണനും ഭരണതന്ത്രജ്ഞനുമായ അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. സമുന്നതനായ നേതാവിന്റെ നിര്യാണത്തിൽ രാജ്യം ദുഃഖിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർക്ക് വിട നൽകി കേരളം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ 2ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച് ഓസ്ട്രേലിയ. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഇന്നലെ രാത്രി 8 മണിയോടെ ഡൽഹി എയിംസിലെ അടിയന്തര ചികിത്സാ വിഭാഗത്തിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. എന്നാൽ അദ്ദേഹം 9:51-ന് മരിച്ചതായി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. ഏതാനും മാസങ്ങളായി ആരോഗ്യനില നല്ല നിലയിലായിരുന്നില്ല. ഭാര്യ ഗുൽഷരൻ കൌർ. 3 പെൺമക്കളുണ്ട്. UPA സർക്കാരിന്റെ കാലത്ത് 2004 മുതൽ 2014 വരെ 2 വട്ടം പ്രധാനമന്ത്രിയായിരുന്നു. നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് 1991-ൽ സാമ്പത്തിക ഉദാരവൽക്കരണം കൊണ്ടുവന്നതിന്റെ ശില്പിയാണ്. 2014 ഫെബ്രുവരി 21-ന് ഡൽഹിയിൽ നടന്ന 15ാം ലോക്സഭയിലെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം രാഷ്ട്ര പുരോഗതിക്കായി എല്ലാ സാമാജികരും പാർട്ടിക്കതീതമായി പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. In parliamentary life, there are bound to be differences among parties, but there must also be ways and means of finding pathways to bring minimum amount of consistency and reconciliation so that the ship of the Indian state can move forward. And we have seen that on certain crucial matters, this House has the capacity, the will to rise above partisan strife and to find pathways of national reconciliation. ഈ വർഷം ഏപ്രിലിലാണ് രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയായത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. ഇന്ന് നിശ്ചയിച്ചിരുന്ന എല്ലാ സർക്കാർ പരിപാടികളും റദ്ദാക്കി. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്ന് രാവിലെ 11-ന് ചേരും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. വിദ്യാഭ്യാസ വിചക്ഷണനും ഭരണതന്ത്രജ്ഞനുമായ അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പരിഷ്കരിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകി. രാജ്യത്തെ സാമ്പത്തിക രംഗം മാറ്റിമറിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു. സമുന്നതനായ നേതാവിന്റെ നിര്യാണത്തിൽ രാജ്യം ദുഃഖിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ, കോൺഗ്രസ് നേതാക്കളായ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ, ശ്രീ രാഹുൽ ഗാന്ധി എന്നിവരും അനുശോചിച്ചു. സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലും ലോകത്ത് തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗ്രാമത്തിൽ ജനിച്ച മൻമോഹൻ സിംഗ് സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രിയും ഹൈന്ദവ സമുദായത്തിൽ നിന്നുമല്ലാതെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യത്തെ വ്യക്തിയുമാണ്. റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നാണയനിധി അംഗമെന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടി. കേന്ദ്ര ധന സെക്രട്ടറി, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ എന്നീ പദവികൾ വഹിച്ച ശേഷമാണ് അദ്ദേഹം കേന്ദ്ര ധനമന്ത്രിയാകുന്നത്. അടിസ്ഥാന ജനവിഭാഗങ്ങളെ ശാക്തീകരിക്കാനായി മികച്ച നയങ്ങൾ ആസൂത്രണം ചെയ്തു. ഉദാരവൽക്കരണത്തിലൂന്നിയുള്ള മികച്ച സാമ്പത്തിക നയങ്ങളിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിനായി. സമ്മിശ്ര സാമ്പത്തിക വ്യവസ്ഥയിലായിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനുമായി തുറന്നിടുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവനുമായി ഇന്നലെ വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുരോഗതിയും നിലവിലെ ആഗോള മേഖലാതല വിഷയങ്ങളും ചർച്ചാ വിഷയമായി. 6 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 24-നാണ് ശ്രീ ജയശങ്കർ US-ലെത്തിയത്. US വിദേശകാര്യ സെക്രട്ടറിയുമായി അദ്ദേഹം ചർച്ച നടത്തും. US-ലെ ഇന്ത്യൻ കോൺസൽ ജനറൽമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ സംബന്ധിക്കും.
പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. 7 വിഭാഗങ്ങളിലായി മികച്ച നേട്ടം കൈവരിച്ച 17 കുട്ടികൾ ഇന്നലെ ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാര ജേതാക്കളായ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ അസാധാരണവും വിസ്മയകരവുമാണെന്ന് അവരെ അഭിനന്ദിച്ചുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. ഗുരു ഗോവിന്ദ് സിംഗിന്റെ പുത്രന്മാരുടെ സമാനതകളില്ലാത്ത ത്യാഗത്തെയും ധൈര്യത്തെയും ബഹുമാനിക്കുന്നതിനാണ് എല്ലാ വർഷവും വീർ ബാൽ ദിവസ് ആചരിക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയുന്നതും അവസരങ്ങൾ നൽകുന്നതുമാണ് രാജ്യത്തിന്റെ പാരമ്പര്യമെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരനും ചലച്ചിത്രകാരനുമായ MT വാസുദേവൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. ഇന്നലെ വൈകുന്നേരം 5:30യോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. സമൂഹത്തിലെ നാനാതുറയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ കോഴിക്കോട്ടെ വസതിയിൽ MT വാസുദേവൻ നായർക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, ചലച്ചിത്ര, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ MTയുടെ വിയോഗത്തിൽ അനുശോചിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ 4ാം മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിന്റെ 2ാം ദിനം ഓസ്ട്രേലിയ ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 454 റൺസ് എന്ന നിലയിലാണ്. ഇന്നലെ കളി നിർത്തുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 311 എന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയ. 5 മത്സര പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചു. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് കേരളം ജമ്മു കശ്മീരിനെയും മേഘാലയ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെയും നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് എടപ്പാൾ. സന്തോഷ് ട്രോഫിയുടെ സെമി ഫൈനൽ ലക്ഷ്യമാക്കുന്ന കേരളത്തിനു മുന്നിൽ ജമ്മു കാശ്മീരിന്റെ വെല്ലുവിളി കടുത്തതാണ്. ബി ഗ്രൂപ്പിൽ നിന്ന് ഒരു മത്സരവും തോൽക്കാതെ 1ാം സ്ഥാനക്കാരായാണ് കേരളം ക്വാർട്ടറിലെത്തുന്നത്. കാശ്മീരാകട്ടെ എ ഗ്രൂപ്പിലെ 4ാം സ്ഥാനക്കാരും. നിജോയും അജ്സലും ഫോമിലേക്ക് ഉയർന്നാൽ കേരളത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കും. ക്യാപ്റ്റൻ സഞ്ജുവും മനോജും ഗോൾ കീപ്പർ ഹജ്മലും ചേർന്നുള്ള പ്രതിരോധവും മികച്ചു തന്നെ. മുന്നേറ്റത്തോടൊപ്പം പ്രതിരോധത്തിൽ ജാഗ്രത പുലർത്തിയാകും കേരളം കടത്തിലെത്തുക. ഇതിനിടെ പശ്ചിമബംഗാളും മണിപ്പൂരും സന്തോഷ് ട്രോഫി സെമി ഫൈനലിൽ കടന്നു. ഇന്ന് ചൈനയിലെ ഷെൻസനിൽ ആരംഭിക്കുന്ന കിങ് കപ്പ് അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ഓപ്പണിൽ ഇന്ത്യയുടെ ലോക 12ാം നമ്പർ താരം ലക്ഷ്യ സെൻ മത്സരിക്കും. ഉയർന്ന റാങ്കിലുള്ള മറ്റ് 7 ലോക താരങ്ങളും മത്സരരംഗത്തുണ്ട്. സിംഗപ്പൂരിന്റെ ലോ കിൻ യു, ഫ്രാൻസിന്റെ അലക്സ് ലാനിയർ, ചൈനയുടെ ഹൂഷിയാൻ, വാങ്സി ജുൻ എന്നിവരും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ശബരിമലയിൽ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു മണ്ഡല പൂജ. ഹരിവരാസനം പാടി രാത്രി 10 മണിക്ക് നട അടച്ചു. മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30-ന് നട വീണ്ടും തുറക്കും. 8ഓളം ശബരി സ്പെഷ്യൽ ട്രെയിനുകൾ വേണ്ടത്ര യാത്രക്കാരില്ലാത്തതിനെ തുടർന്ന് റദ്ദാക്കിയതായി സൌത്ത് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. അതേസമയം ക്രിസ്മസ് അവധിയോടനുബന്ധിച്ചുള്ള യാത്രക്കാരുടെ അധിക തിരക്ക് പരിഗണിച്ച് ഇന്ന് ബംഗളൂരുവിൽ നിന്നും കൊച്ചുവേളിയിലേക്കും തിരിച്ചും പ്രത്യേക ട്രെയിനുകൾ റെയിൽവേ ഏർപ്പെടുത്തി. ഇന്നലെയും ഈ റൂട്ടിൽ പ്രത്യേക ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഗോത്രവർഗ്ഗക്കാരുടെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നതായുള്ള റിപ്പോർട്ടിനെ തുടർന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഈ വർഷം മാത്രം ഏകദേശം 23 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണിത്. വിഷയത്തിൽ 2 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കും DGPക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചു. 4ാമത് സദ്ഭരണവാരം 2024നും ഗ്രാമങ്ങളിലേക്കുള്ള ഭരണം പ്രചാരണ പരിപാടിക്കും വിജയകരമായ പരിസമാപ്തി. ഭരണപരിഷ്കാര പൊതുപരാതി പരിഹാര വകുപ്പാണ് 2 പരിപാടികളും ഏകോപിപ്പിച്ചത്. പൌരകേന്ദ്രീകൃത ഭരണവും സേവനങ്ങൾ വാതിൽ പടിക്കൽ എത്തിക്കുന്നതും ലക്ഷ്യമിട്ടുള്ള രാജ്യത്തെ ഏറ്റവും വലിയ പ്രചാരണ പരിപാടി ഈ മാസം 19-ന് തുടങ്ങി ക്രിസ്മസ് ദിനത്തിലാണ് അവസാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു. അന്ത്യം ഇന്നലെ രാത്രി ഡൽഹി എയിംസിൽ. രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. ഇന്നത്തെ സർക്കാർ പരിപാടികൾ റദ്ദാക്കി. കേന്ദ്ര മന്ത്രിസഭാ യോഗം രാവിലെ 11-ന്. വിദ്യാഭ്യാസ വിചക്ഷണനും ഭരണതന്ത്രജ്ഞനുമായ അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. സമുന്നതനായ നേതാവിന്റെ നിര്യാണത്തിൽ രാജ്യം ദുഃഖിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർക്ക് വിട നൽകി കേരളം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ 2ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച് ഓസ്ട്രേലിയ. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.